ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നൽ ഹംദലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കണക്കിൻ്റെ ആളുകളാണ് ആശയക്കുഴപ്പം സൃഷ്ടിച്ചത്. ദിവസം ആരംഭിക്കുന്നത് ഫജ്റിനാണ്. ഇസ്ലാമിൽ ദിവസം ആരംഭിക്കുന്നത് മഗ്‌രിബിനാണ്. ബാറക്കല്ലാഹു ഫീക്കും. ഇത് ഇവിടെ കണക്കിൻ്റെ ആളുകൾ അവരുടെ നേതാവ് അത് കൊണ്ടുവന്നത് അലി മണിക്ഫാനാണ്. ബാറക്കല്ലാഹു ഫീക്കും. നമ്മൾ ഹദീസുകൾ പരിശോധിച്ചാൽ പ്രമാണങ്ങളുടെ തെളിവ് മഗ്‌രിബിന് കണ്ടതായിട്ടാണ് തെളിവ്. ബാറക്കല്ലാഹു ഫീക്കും. അല്ലാതെ ഫജ്റിനല്ല. മഗ്‌രിബിന് കണ്ടതായ ഒരു ഹദീസ് വായിക്കാം. ബാറക്കല്ലാഹു ഫീക്കും. റുബൈബ് ബിൻ ഹറാസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബിമാരിൽ ഒരാളിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നതാണ്. റമദാനിലെ അവസാന ദിവസം ജനങ്ങൾ അഭിപ്രായ വ്യത്യാസത്തിലായി. അപ്പോൾ 2 ഗ്രാമീണ അറബികൾ വന്നു. അള്ളാഹുവിൻ്റെ പേരിൽ സത്യം ചെയ്തുകൊണ്ട് ഇന്നലെ സന്ധ്യക്ക് ഹിലാൽ കണ്ടു എന്ന് സാക്ഷി പറഞ്ഞു. ബാറക്കല്ലാഹു ഫീക്കും. അതിൽ അറബി പദം അംസ് അഷിയ, ഇന്നലെ സന്ധ്യക്ക്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനങ്ങളോട് നോമ്പ് മുറിക്കാൻ കൽപ്പിച്ചു. മറ്റൊരു റിപ്പോർട്ടിൽ നാളെ രാവിലെ നമുക്ക് ഈദ്ഗാഹിലേക്ക് പോകാനും അത് അടുത്ത ദിവസം ഈദ്ഗാഹിലേക്ക് പോകാനും കൽപ്പിച്ചു. ബാറക്കല്ലാഹു ഫീക്കും. ഇത് അബൂ ദാവൂദ് ജാമിഉൽ ഉസൂൽ ഫി അഹാദീസുർ റസൂൽ ഇബ്നു അസാർ റഹിമഹുള്ളയുടെ 6-ാം വോളിയം 275-ാം പേജാണ്. അപ്പോൾ വ്യക്തമാണ് മഗ്‌രിബിനാണ് കണ്ടത്. ബാറക്കല്ലാഹു ഫീക്കും. ഇനി പ്രസിദ്ധമായ ഹദീസാണ്. ലോക മുസ്ലിങ്ങൾക്ക് തർക്കമില്ലാത്ത, ആധുനികരിലോ പൂർവികരിലോ തർക്കമില്ലാത്ത, യാതൊരു ദുർബലതയും തകരാറും ഒന്നുമില്ലാത്ത സഹീഹായ ഹദീസാണ്. ബാറക്കല്ലാഹു ഫീക്കും. സഹീഹ് മുസ്ലിമിലെ ഖുറൈബിൻ്റെ ഹദീസ്. ഖുറൈബിൻ്റെ ഹദീസിൽ ഖുറൈബ് റളിയല്ലാഹു അൻഹു മദീനയിൽ നിന്ന് ഷാമിലേക്ക് പോയി, വിദൂരമായ സ്ഥലമായ ഷാമിലേക്ക് പോയി മാസത്തിൻ്റെ അവസാനം തിരിച്ചു വന്നിട്ട് മദീനയിലുള്ള ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനോട് പറയാണ്, ഷാമിൽ ചന്ദ്രദർശനം നടന്നത് വെള്ളിയാഴ്ച രാത്രി. ബാറക്കല്ലാഹു ഫീക്കും. അഥവാ മഗ്‌രിബിന്. അവിടെ അപ്പോൾ റമദാൻ ഒന്നാരംഭിച്ചു. മദീനയിൽ ചന്ദ്രദർശനം നടന്നത്, അതായത് ഇബ്നു അബ്ബാസ് റളിയല്ലാഹുവിൻ്റെ അടുത്ത് ചന്ദ്രദർശനം നടന്നത്, അതായത് റമദാൻ്റെ ചന്ദ്രദർശനം ശനിയാഴ്ച രാത്രി, അടുത്ത ദിവസമാണ്. അപ്പോൾ അവിടെ റമദാൻ ഒന്ന് ആരംഭിച്ചു. എന്നിട്ടാണ് ഖുറൈബ് മാസാവസാനം മദീനയിലേക്ക് തിരിച്ചു വന്ന് എന്ന് ഹദീസിൽ പറയുന്നത്. അപ്പോൾ മാസാവസാനം ഖുറൈബ് റളിയല്ലാഹു അൻഹു മദീനയിലേക്ക് തിരിച്ചു വരുമ്പം ഖുറൈബിന് 30-ാമത്തെ നോമ്പാണ്. പക്ഷേ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനോ അവിടെ ഒരു ദിവസം ശേഷം ശനിയാഴ്ചയാണ് കണ്ടത്. അപ്പോൾ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അത് മദീനക്കാർക്കന്ന് 29-ാമത്തെ നോമ്പാണ്. ഇവിടെ ശ്രദ്ധിക്കുക, ഒരേ ദിവസത്തിന് 2 തീയതി. ഖുറൈബിന് 30 റമദാനും ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു റമദാൻ 29-ഉം. ഇനി ദിവസം ആരംഭിക്കുന്നത് മഗ്‌രിബ് മുതലാണ്. കാരണം ഷാമിൽ റമദാൻ ഒന്നിലേക്ക് നേരത്തെ പ്രവേശിച്ചു, വെള്ളിയാഴ്ച മഗ്‌രിബിന്. മദീന ഒരു രാത്രി പിന്നീടാണ് പ്രവേശിച്ചത്, ശനിയാഴ്ച മഗ്‌രിബിന്. അപ്പോൾ എന്താണ്, ഒരേ ദിവസത്തിന് 2 തീയതി. അതേപോലെ ഒന്നും കൂടി വ്യക്തമാക്കുകയാണ്, ഷാമിൽ റമദാൻ 30, മദീനയിൽ റമദാൻ 29.
ഇനി നമുക്ക് റമദാൻ ഫജ്റിൽ തുടങ്ങുന്നു എന്ന വാദം നമുക്ക് പരിശോധിക്കാം. റമദാൻ 1 ഫജ്റിൽ ആരംഭിക്കുന്നു എന്ന് കരുതിയാൽ, ഷാമിൽ ചന്ദ്രദർശനം നടന്നത് വെള്ളിയാഴ്ച രാത്രിയാണ്. അപ്പോൾ റമദാൻ ആരംഭിക്കേണ്ടത് ഇവരുടെ വാദപ്രകാരം വെള്ളിയാഴ്ച ഫജ്റിന്. പക്ഷേ ആ ഫജ്റിന് മുമ്പ് ചന്ദ്രദർശനം നടന്നിട്ടില്ല. അതായത് ചന്ദ്രദർശനത്തിന് മുമ്പേ റമദാൻ ആരംഭിച്ചുവെന്ന് വരും. ഇത് ഹദീസിന് വിരുദ്ധമാണ്. ബാറക്കല്ലാഹു ഫീക്കും. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ചിട്ടുണ്ട്, ലാ തസൂമു ഹത്താ തറൗ അൽ ഹിലാല വലാ തുഫ്തിറു ഹത്താ തറൗഹു. ഹിലാൽ കാണുന്നത് വരെ റമദാനിൻ്റെ നോമ്പ് എടുക്കരുത്. ഹിലാൽ കാണുന്നത് വരെ നോമ്പ് തുറക്കുകയും, അതായത് ഷവ്വാല് ആരംഭിക്കുകയും ചെയ്യരുത്. ഇത് സഹീഹായ, തർക്കമില്ലാത്ത, ദുർബലതയൊന്നുമില്ലാത്ത, ലോക പണ്ഡിതന്മാർ അംഗീകരിക്കുന്ന, പൂർവികരും ആധുനികരും അംഗീകരിക്കുന്ന, ഒരു തകരാറുമില്ലാത്ത സഹീഹ് മുസ്ലിമിലെ ഹദീസാണ്. അപ്പോൾ മദീനയിൽ ഇനി മദീന നോക്കാം. മദീനയിൽ ചന്ദ്രദർശനം ശനിയാഴ്ച രാത്രി. അപ്പോൾ റമദാൻ ആരംഭിക്കേണ്ടത് ഇവരുടെ വാദപ്രകാരം ശനിയാഴ്ച ഫജ്റിൽ. എന്നാൽ ആ ഫജ്റിന് മുമ്പ് ചന്ദ്രദർശനം ഉണ്ടായിട്ടില്ല. ചന്ദ്രദർശനം നടന്നത് ഫജ്റിന് ശേഷമാണ്. അതിനാൽ ചന്ദ്രദർശനം ഇല്ലാതെ റമദാൻ ആരംഭിച്ചതായി വരും. ഇതും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പനക്ക് എതിരാണ്. അതുകൊണ്ട് വളരെ വ്യക്തമാണ്, ചന്ദ്രദർശനം നടക്കുന്നത് രാത്രിയിലാണ്, മഗ്‌രിബിന്. ആ രാത്രി തന്നെയാണ് പുതിയ ദിവസം ആരംഭിക്കുന്നത്. നോമ്പ് ആരംഭിക്കുന്നത് ആ ദിവസത്തിൻ്റെ ഫജ്റിലാണ്. ഖുറൈബിൻ്റെ ഹദീസ് ദിവസം മഗ്‌രിബിൽ ആരംഭിക്കുന്നു എന്നതിനെ മാത്രമേ പിന്തുണയ്ക്കുന്നുള്ളൂ. ദിവസം ഫജ്റിൽ തുടങ്ങുന്നു എന്ന വാദം ഈ ഹദീസിനും മറ്റ് ഹദീസുകൾക്കും എതിരാണ്. അതുകൊണ്ട് പ്രമാണങ്ങൾക്ക് വിരുദ്ധം. അപ്പോൾ രാത്രി എന്ന് പറഞ്ഞാൽ ആദ്യത്തെ ഹിലാലിനെ കാണുന്നത് അത് മഗ്‌രിബിനാണ്. ആദ്യം വായിച്ച ഹദീസിലും സന്ധ്യക്കാണ് ഹിലാൽ കണ്ടത് എന്ന് നമ്മൾ വായിച്ചു. ബാറക്കല്ലാഹു ഫീക്കും. അതുകൊണ്ട് ഇതിന് യാതൊരു ആശയക്കുഴപ്പവും ഉണ്ടാകാൻ പാടില്ല. ഈ പുതിയ പുതിയ ആളുകളും പുതിയ പുതിയ നേതാക്കളും വന്നിട്ടാണ് സമൂഹത്തിൽ ആശയക്കുഴപ്പങ്ങളും ഫിത്നകളും അനൈക്യങ്ങളും പ്രമാണങ്ങൾക്ക് വിരുദ്ധമായി സംസാരിക്കുന്നതും. ബാറക്കല്ലാഹു ഫീക്കും. അവരെ നമ്മൾ തിരിച്ചറിയണം. ബാറക്കല്ലാഹു ഫീക്കും. അല്ലെങ്കിൽ അത് നമ്മുടെ പരലോകത്തെ ബാധിക്കാം, പരലോകത്ത് നഷ്ടമാകാം. നമുക്കിവിടെ നിർത്താം. സുബ്ഹാനക്കല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.